സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഗ്രാമ്പൂവിൻ്റെ 17 ഉപയോഗങ്ങളാണ്. ഗ്രാമ്പൂ നമ്മുടെ അടുക്കളയിലൊക്കെയുള്ള സാധനമാണ്. നല്ല പൂവാണ്, രുചിയുണ്ട്. അതുപോലെ തന്നെ അതിനൊരു മണമുണ്ട്. അപ്പോൾ ഈ മണവും രുചിയൊക്കെയാണ് നമുക്ക് അറിയാവുന്ന സാധനം. എന്നാൽ അതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയത്തില്ല. പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ ഈ ഗ്രാമ്പൂവിലുണ്ടെന്ന്. ദഹനത്തിന് സഹായിക്കുന്ന സാധനമാണ് ഗ്രാമ്പൂ കേട്ടോ. പിന്നെ ആൻറ്റി ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയകളെ കൊല്ലാനായിട്ട് നല്ലതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗ്രാമ്പൂ ഉപയോഗിക്കുന്നവർക്ക് കോളറ കുറഞ്ഞു കിട്ടുമെന്നാണ് പറയണേ. ക്യാൻസറിന് ഒന്നാന്തരം മരുന്നാണിത്. ക്യാൻസറിൻ്റെ വളർച്ചയെ അത് നശിപ്പിച്ച് കളയും. ശ്വാസകോശാർബുദത്തിനും നല്ല മരുന്നാണിത്. ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നെഗറ്റീവായുള്ള തലങ്ങൾ നശിപ്പിച്ചിട്ട് പോസിറ്റീവായുള്ള തലങ്ങൾ വളർത്തുന്നതാണ്. പ്രമേഹം വരാതിരിക്കാൻ സഹായമാണ്. രോഗപ്രതിരോധ ശക്തി ഈ പറയുന്ന ഗ്രാമ്പൂവിനുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഫംഗലാണ് കേട്ടോ, നല്ലതാണത്. മോണരോഗത്തിനൊക്കെ ഈ ഗ്രാമ്പൂവും കൂടെ കൂട്ടി ഉള്ള പേസ്റ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത് ചതച്ചിട്ട് അത് നമ്മുടെ ബ്രഷയിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ജലദോഷം, പനി ഇത് മാറാനായിട്ട് നമ്മുടെ ഈ ഗ്രാമ്പൂ വളരെയേറെ സഹായമാണ്. ചുമയ്ക്കുള്ളൊരു മരുന്നാണ്, ചുമ മാറാനായിട്ട്. മോണരോഗത്തിന് നല്ലതാണിത്. ഇതുപോലെ തന്നെ ജലദോഷം, പനിയൊക്കെ കുറഞ്ഞു കിട്ടും. രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഗ്രാമ്പൂ നല്ലതാണ്. ഉത്കണ്ഠയിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് ഗ്രാമ്പൂ സഹായിക്കും. അമിതമായ ഉത്കണ്ഠയുള്ളവർക്ക് ഇച്ചിരി ഗ്രാമ്പൂ കൊടുക്കുന്നത് നല്ലതാണ്. മുറിവിൽ ഉണക്കാനായിട്ട് ഗ്രാമ്പൂ ഉപയോഗിക്കും. എല്ലുകൾക്ക് ബലം കൊടുക്കാൻ, പ്രത്യേകിച്ച് ആർത്രൈറ്റിസിനൊക്കെയുള്ള ഒരു നല്ല മരുന്നാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. മുഖക്കുരു മാറ്റാനായിട്ട് നല്ലതാണ്. ചർമ്മത്തെ കുറച്ചുകൂടെ യുവത്വത്തിൻ്റെ തലത്തിലേക്ക് ഈ ഗ്രാമ്പൂ കൊണ്ടുവരും. ചുളിവ് ഒക്കെ മാറ്റാനായിട്ട് സഹായമാണ്. ഉദരവ്രണങ്ങൾക്കും അൾസറിനുമൊക്കെ ഈ ഗ്രാമ്പൂ നല്ലതാണ്. ചുരുക്കത്തിൽ ഈ ഗ്രാമ്പൂ എന്ന് പറയുന്ന സാധനം ഒരു പൂവാണ്. ചില അടുക്കളയിലൊന്നും ഇല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഗ്രാമ്പൂ വാങ്ങിച്ച് കുറേശ്ശെ നമ്മുടെ കറിക്കകത്തൊക്കെ കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന സാധനമായത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അസ്വസ്ഥതകളുള്ളവർക്ക് ഇച്ചിരി കൂടുതലായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഗ്രാമ്പൂവിൻ്റെ ഉപയോഗങ്ങൾ ഒത്തിരി തലങ്ങളുള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സാധനമാണിത്. ഗ്രാമ്പൂവൊക്കെ നമ്മുടെ കാട്ടിലും ഒക്കെ കിട്ടുന്ന സാധനമാണ്. ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർപ്പിക്കുന്നു. ഇത് മരുന്നായിട്ട്, അടുക്കള മരുന്നുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അടുക്കളയിലത്തെ ഈ മരുന്നുകൾ നന്നായിട്ട് ഉപയോഗിച്ച് നമുക്ക് പല രോഗങ്ങളും സുഖപ്പെടുത്താം എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോകൾ നിങ്ങൾ കാണുക. അടുക്കള മരുന്നുകളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.